പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരത്തെ മൂന്നാറ്റുമുക്കിലെ മുജീബിൻ്റെ ചായത്തട്ട് കടയിലേക്കാണ്. ഓരോ ചായത്തട്ട് കടയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അങ്ങനെ മുജീബിൻ്റെ ചായത്തട്ട് കടയ്ക്കും ചില പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അലവാങ്കും ഉള്ളിവടയുമാണ്. കഴിച്ചും കണ്ടും മടങ്ങാം. മൂന്നാറ്റുമുക്കിലെ രുചിക്കൂട്ടുകൾ. തലമുറകൾ മാറിയാലും ആ കൈപുണ്യം മാറില്ല. 30 വർഷങ്ങൾക്കു മുമ്പ് SM ലോക്ക് ജംഗ്ഷനിൽ മലബാറിൻ്റെ ഒരു ചെറിയ ചായത്തട്ടുകടയുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ആ പ്രശസ്തമായ ഉള്ളിവടയായിരുന്നു. അന്നത്തെ ആ നാടൻ രുചിയുടെ കൈപുണ്യം വാപ്പയുടെ കൂടെ നിന്ന് പഠിച്ചെടുത്ത മകൻ മുജീബ് ഇന്ന് കഴിഞ്ഞ 4 വർഷമായി മൂന്നാറ്റുമുക്ക് ജംഗ്ഷനിൽ അതേ രുചി വീണ്ടും നമ്മിലേക്ക് എത്തിക്കുകയാണ്. അന്ന് രുചിയറിഞ്ഞ ആ പഴയ തലമുറയിലെ പലരും ഇന്ന് പുതിയ തലമുറയോട് ആ കഥ പറഞ്ഞു കേട്ട് ഈ കടയിലേക്ക് തേടിയെത്തുന്നുണ്ട്. വാപ്പയുടെ കൈപുണ്യം തുളുമ്പുന്ന ആ പഴയ ഉള്ളിവടയും ഇവിടത്തെ മറ്റൊരു സൂപ്പർ ഹൈലൈറ്റായ അലവാങ്കുമാണ് താരം. ഇവിടത്തെ പ്രധാന ആകർഷണം ഇതിനു പുറമെ പരിപ്പുവട, ഉഴുന്നുവട, വാഴയ്ക്കപ്പം, മോദകം തുടങ്ങി നാവിൻ കൊതി തീർക്കുന്ന നിരവധി പലഹാരങ്ങളും ഇവിടെ ചൂടോടെ തയ്യാറാണ്. കാലം എത്ര കഴിഞ്ഞാലും കൈപുണ്യം മാറാത്ത ആ പഴയ മലബാർ രുചി അനുഭവിക്കാനായി തിരുവനന്തപുരം മൂന്നാറ്റുമുക്ക് ജംഗ്ഷനിൽ സലഫി സെൻറ്ററിന് നേരെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ചായത്തട്ടുകടയിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് മലബാർ കാക്ക എന്ന് പറഞ്ഞൊരു ആൾ SM ലോക്കിൽ കടയിട്ടുണ്ട്. അവരുടെ മകനാണ് ഈ കട നടത്തുന്നത്. ഇന്നത്തെ അതേ ടേസ്റ്റ് ഇന്നും അവൻ കീപ്പ് ചെയ്യുന്നു. മലബാർ തട്ടുകട ഉണ്ടായിരുന്നു SM ലോക്കായിരുന്നു പണ്ട്. ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അന്ന് ഉള്ളിവട ഭയങ്കര ഫേമസാണ്. ഇന്നും മലബാർ എന്ന് പറഞ്ഞാൽ ഉള്ളിവടയ്ക്ക് ഭയങ്കര ഫേമസാണ്. അലവാങ്ക് സൂപ്പറാണ്. അതുപോലെ ഉള്ളിവട, ഉഴുന്നുവട, മോദകം. മുജീബ്, ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ ചേരണത് അലവാങ്കിൽ? ഗോതമ്പ് മാവ്, തേങ്ങ, ഓക്കെ, കൊള്ളാം. സാധനം എന്തായാലും കൊള്ളാം. മൂന്നാറ്റുമുക്കിൽ നിന്നും മുജീബിൻ്റെ തട്ടുകടയിൽ നിന്നും വഴിയുറ കാഴ്ചകൾക്ക് വേണ്ടി സാബു പരുത്തിക്കുഴി.